ഭീതി പടർത്തിക്കൊണ്ട് മോൻത ചുഴലിക്കാറ്റ്. ആന്ധ്രാപ്രദേശിൽ 6 പേരുടെ ജീവനാണ് മോൻത ചുഴലിക്കാറ്റ് എടുത്തിരിക്കുന്നത്. അർദ്ധരാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനുമിടയിൽ കാക്കിനാഡ ഭാഗത്ത് കര തൊട്ടത്. ആയിരക്കണക്കിന് ആളുകളെ തീരത്ത് നിന്നും മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ വലിയ അപകടങ്ങളാണ് ഒഴിവായത്. കനത്ത മഴ കാരണം ജനജീവിതവും സ്തംഭിച്ചു. ആന്ധ്രാപ്രദേശിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. 38,000 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന വിളകളും 1.38 ലക്ഷം ഹെക്ടറിലെ ഹോർട്ടികൾച്ചറൽ വിളകളും നശിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മോൻത ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ ചുഴലിക്കാറ്റിൻ്റെ ശക്തി ക്ഷയിച്ചത് ആശ്വാസവും പകരുന്നുണ്ട്. ആന്ധ്രയിൽ പല സ്ഥലങ്ങളിലും അതിശക്തമായ മഴയും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആന്ധ്രയിൽ റെഡ് അലർട്ടും പിൻവലിച്ചു. നിരവധി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന മണിക്കൂറിൽ ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. എന്നാൽ ഒഡീഷയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താതെയാണ് ചുഴലിക്കാറ്റ് കടന്നുപോയത്. നിരവധി ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. 35 വിമാന സർവീസുകൾ റദ്ദാക്കി. വിശാഖപട്ടണം വിമാനത്താവളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുകയാണ്. ഇന്ന് രാവിലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയും പെയ്തിട്ടുണ്ട്.